ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നല്ലതായാലും ചീത്തയായാലും അതിന്റെ നിമിത്തങ്ങളൊക്കെ അഖിൽ സാർ എനിക്ക് കാണിച്ചു തരാറുണ്ട്. ഇതെന്തോ ഒരു ദുസൂചന തന്നെയാ. എഴുതി മോളെ ഒന്ന് വിളിച്ചേ. നീ ജീവിച്ചിരുന്നിട്ട് എന്താടി ഈ കാര്യം? മോളെ ഇങ്ങോട്ട് വാ. ചെല്ലടി പൊന്നുമോള്. ഇനി കരയാത്ത കുഴപ്പമേ ഉള്ളൂ. എടി, നീ കരഞ്ഞ ആളുകളുടെ കാല് കഴുകിയാലും ചെയ്ത പാപം മാറുകൂടി. ഇത്രയും കാലം നീ അവിടെ നിന്ന് ശ്രമിച്ചതേ പ്രിയങ്ക മോളെ അവിടുന്ന് പടിയിറക്കാനാ. പക്ഷെ ദൈവം വിളി കേട്ടു. അതുകൊണ്ടാ ഇങ്ങനെ നാണം കെട്ടി നിനക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്. ചേർത്ത് പിടിച്ചോ നീ. ചേർത്ത് പിടിച്ചവർക്കൊക്കെ അതിന്റെ കൂലി അവള് കൊടുക്കുന്നുണ്ട്. ഇനി കിട്ടാനുള്ളത് ദേവനും നിനക്കുവാ. അതെ, വൈകാതെ ഇവള് തരും. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇവിടെ ചത്തു കാണണോ? ഓ, അതിനുള്ള ഭാഗ്യം എനിക്ക് ഈശ്വരൻ തരുമെന്ന് തോന്നുന്നില്ല. ചത്തു കുഴിച്ചിട്ടാലും ഇവൾ അവിടുന്ന് മുളച്ചു പിന്നെയും വരും. ഉലകം നശിപ്പിക്കാനുള്ള ജന്മങ്ങളെ അങ്ങനെ ആടി. അമ്മ ഒന്ന് അകത്തേക്ക് പോകുന്നുണ്ടോ? ഞാനേ അകത്തേക്കല്ല പോകുന്നത്, അടുക്കളയിലേക്കാ. ഇവളുടെ ഈ വീഴ്ചയുണ്ടല്ലോ, അതെനിക്കൊന്ന് ആഘോഷിക്കണം. അതെ, മധുരം കഴിച്ച് തന്നെ ആഘോഷിക്കണം. എല്ലാം കെട്ടിപ്പിറക്കി മുകളിലെടുത്ത് വെച്ചിരിക്കുക. ഈ സന്തോഷം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? അയ്യോ അയ്യോ അയ്യോ, എന്റെ കാല് പോയി. അയ്യോ, കാര്യം വിസ്തരിച്ചാലേ നിനക്ക് സമാധാനം കിട്ടുള്ളൂ. എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കണേ. അയ്യോ, അയ്യോ, എന്റെ നടു. അയ്യോ അയ്യോ, ഇരിക്കന്നേ. അയ്യോ, എന്റെ ദൈവമേ, എന്റെ നടു. അയ്യോ കണ്ടോ, നശിച്ചവളുടെ തലവെട്ടം കണ്ടു. അനർത്ഥങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഓ ഈശ്വര, അയ്യോ. ഓ, എന്തിനാടി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വീണപ്പം നിനക്ക് സമാധാനം കിട്ടിയില്ലേ? കൊന്നിട്ടേ പോവുള്ളൂ നീ. വേദനയുണ്ടോ അമ്മേ? വീണ പിന്നെ വേദനിക്കില്ലേ? ദൈവത്തിന് നിരക്കുന്നത് ചെയ്യണോ അമ്മേ? അല്ലെങ്കിൽ ഇതുപോലുള്ള തിരിച്ചടി കിട്ടും. യശോദേ,
ഓ, അവൾ ഈ കുടുംബത്തിനകത്ത് വളർന്നതാ. അതെങ്കിലും ഓർക്കായിരുന്നു അമ്മയ്ക്ക്. ആരഹങ്കരിച്ചാലും അതിനുള്ള ശിക്ഷ കിട്ടും അമ്മേ. ദേ, അയ്യോ അയ്യോ എന്റെ ദൈവമേ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. അയ്യോ അയ്യോ, നന്നായിട്ട് തടവടി, ഇവിടെ തടവ്. അഖിൽ സാർ, ഇന്നാ രാധികമ്മളുടെ ബർത്ത്ഡേ. മ്യൂസിക് സ്കൂളിൽ ഞാൻ അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവള് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും, അഖിൽ സാറിന് കാണാൻ. അടുത്ത വർഷം ഈ ദിവസത്തിന് മുൻപ് എനിക്ക് അവളുടെ മുമ്പിൽ മുഖംമൂടി ഇല്ലാതെ നിൽക്കണം. അഖിൽ സാറിന്റെ മുമ്പിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി, ഇതാണ് നിന്റെ അച്ഛനെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടാവണം. മോളെ അനുഗ്രഹിക്കണേ. എന്തിട്ട് ശ്യാമേ? ഞാൻ പ്രാർത്ഥിച്ച് തിരിഞ്ഞപ്പോ കാല് തട്ടിയതാ. ശ്യാമ അപ്പുറത്തേക്ക് പൊക്കോ, ഞാനിത് എടുത്തു വെച്ചേക്കാം. എടുത്തേ, എന്തോ ഒരു ദുർനിമിത്താണല്ലോ. ഇനി ഇതിന്റെ പേരിൽ ടെൻഷൻ ആവണ്ട ശ്യാമേ. ഇല്ല, അഖിൽ സാർ കൂടെ ഇല്ലാതായിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ ഞാനിവിടെ ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോ കിട്ടുന്ന ധൈര്യം വേറെ ആർക്കും എനിക്ക് തരാൻ പറ്റുന്നതല്ല. നല്ലതായാലും ചീത്തയായാലും അതിന്റെ നിമിത്തങ്ങളൊക്കെ അഖിൽ സാർ എനിക്ക് കാണിച്ചു തരാറുണ്ട്. ഇതെന്തോ ഒരു ദുസൂചന തന്നെയാ. എടുത്തി മോളെ ഒന്ന് വിളിച്ചേ. എന്താ? രാധികയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്റെ കൃഷ്ണ, ഞാൻ സംശയിച്ചതൊക്കെ ശരിയാവാണല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെപ്രാളം കാണിക്കാതിരിക്കും ശ്യാമേ. നമുക്ക് എവിടെയെങ്കിലും വിളിച്ച് മോളുടെ കാര്യം അന്വേഷിക്കാം. ധൈര്യമായിട്ടിരിക്കുക.